ശിവൻ നൃത്തം ചെയ്തു. ചിലർ പറഞ്ഞു സന്തോഷം കൊണ്ടാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു കോപം കൊണ്ടാണെന്ന്. പക്ഷേ സത്യമതല്ല. ഈ നൃത്തം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയും നമ്മളും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ശിവന്റെ താണ്ഡവം അതെന്തിനായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ശിവൻ ഒരു സാധാരണ ദൈവമല്ല, ശിവൻ രാജാവല്ല, ശിവൻ ഒരു ഭിക്ഷുകനായിരുന്നു. ശിവൻ ഒരിക്കലും ഒരു യുദ്ധപ്രിയനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശിവന്റെ ഓരോ ചലനത്തിലും ഒരു അർത്ഥമുണ്ടായിരുന്നു. പുരാതന കാലത്ത് ലോകത്ത് സമത്വം നഷ്ടപ്പെട്ടു, അഹങ്കാരം ഉയർന്നു, അധർമ്മം ശക്തിയായി, സൃഷ്ടി തന്നെ ഭാരമായി തീർന്നു. ദേവന്മാർ പോലും ഭയപ്പെട്ടു. കാരണം ലോകം നിയന്ത്രണം വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാർക്ക് മനസ്സിലായി, ഇത് യുദ്ധം കൊണ്ടും തീരില്ല, ആയുധം കൊണ്ടും തീരില്ല. ലോകം രക്ഷിക്കാൻ ഒരു ശക്തി തന്നെ വേണം. പക്ഷെ അത് നശിപ്പിക്കാനും സൃഷ്ടിക്കാനും കഴിയുന്ന ഒരു ശക്തിയായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ സമയം അവരുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വന്നൊരു പേരാണ് ശിവൻ. ശിവൻ അന്ന് കൈലാസത്തിൽ ധ്യാനത്തിലായിരുന്നു. ശിവൻ കണ്ണു തുറന്നു. ലോകത്തിന്റെ വേദന ശിവൻ കണ്ടു. അധർമ്മം മാത്രമല്ല ശിവനെ വേദനിപ്പിച്ചത്, സമത്വം തകർന്നതായിരുന്നു. അപ്പോഴാണ് ശിവൻ നൃത്തം തുടങ്ങിയത്. ഇത് സംഗീതത്തിനു വേണ്ടിയല്ല, ഇത് ആഘോഷത്തിനും വേണ്ടിയല്ല. ഓരോ ചുവടും ഒരു നിയമം, ഓരോ കൈലാസ ചലനവും ഒരു സന്ദേശം. ഒരു ചുവട് അഹങ്കാരം തകർത്തു, ഒരു ചുവട് അധർമ്മം കത്തിച്ചു കളഞ്ഞു, ഒരു ചുവട് ആവശ്യമില്ലാത്തത് നശിപ്പിച്ചു. ശിവതാണ്ഡവം നാശം മാത്രമല്ല, താണ്ഡവം ശുദ്ധീകരണമാണ്. കൃഷി ചെയ്യാൻ മുമ്പ് വയൽ വെട്ടുന്നത് പോലെ പുതിയത് വരാൻ പഴയത് പോകണം. ശിവന്റെ നൃത്തം ലോകത്തെ ഇല്ലാതാക്കാനല്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. നൃത്തം അവസാനിച്ചു. ലോകം ശാന്തമായി. ഭൂമി ശ്വാസം വിട്ടു. ദേവന്മാർക്ക് മനസ്സിലായി, ശിവൻ കോപിച്ചതല്ല, മറിച്ച് കരുണ കാണിച്ചതാണെന്ന്. അതിനാലാണ് ശിവനെ നശിപ്പിക്കുന്നവൻ എന്ന് വിളിക്കാഞ്ഞത്. ശിവൻ രക്ഷകനാണ്. ശിവന്റെ താണ്ഡവം ഒരു നൃത്തമല്ല, അതൊരു മുന്നറിയിപ്പാണ്. സമത്വം തകരുമ്പോൾ, അഹങ്കാരം ഉയരുമ്പോൾ പ്രകൃതിയും നിയമം തിരികെ കൊണ്ടുവരും. ശിവൻ നൃത്തം ചെയ്തത് സന്തോഷത്തിന് വേണ്ടിയല്ല, ലോക സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.